KPCC പരിപാടിയിൽ പങ്കെടുക്കാൻ വീണ്ടും CPIM നേതാവ് ജി സുധാകരൻ. KPCCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ പുസ്തക ചർച്ചാ ചടങ്ങിലാണ് സുധാകരൻ പങ്കെടുക്കുക. കുഞ്ഞാമന്റെ എതിര് എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. CPIM നേതാക്കളെ പുസ്തകത്തിൽ വിമർശിക്കുന്നുണ്ട്. ശരത് SS നമുക്കൊപ്പം ചേരുന്നു. ശരത് SS, ഈ പരിപാടിയിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അടക്കം വരികയല്ലേ? അവിടേക്ക് ജി സുധാകരൻ എത്തുമ്പോൾ അത് നേരത്തെ പോയ പരിപാടി പോലെ ആകുമോ? സുജയ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ KPCC വേദി പങ്കിട്ടതിന് പിന്നാലെ ജി സുധാകരനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ ഉണ്ടായതാണ്. മാത്രമല്ല SFIയുടെയും DYFIയുടെയും നേതാക്കളൊക്കെ തന്നെ ജി സുധാകരനെ വിമർശിച്ച് ആ ഘട്ടത്തിലൊക്കെ തന്നെ രംഗത്ത് വരികയും ചെയ്തു. അങ്ങനെ സുധാകരൻ നേരത്തെ KPCC പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ ഒറ്റപ്പെടുന്നതൊക്കെ തന്നെ സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു തോന്നൽ ഉൾപ്പെടെ അതിന്റെ ഭാഗമായി രൂപപ്പെടുകയും ചെയ്തു. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇത്തരത്തിൽ സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ചത്. അതിനുശേഷം നടക്കുന്ന പരിപാടിയിലാണ് എന്തായാലും ഇപ്പോൾ സുധാകരന്റെ പേര് കൂടി വന്നിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ KPCCയുടെ പബ്ലിക്കേഷനായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് സംഘടിപ്പിക്കുന്ന സർഗസംവാദ പരിപാടിയിലാണ് സുധാകരന്റെ പേരുള്ളത്. അതിൽ പുസ്തക ചർച്ചയുടെ ജില്ലാതല ഉദ്ഘാടകനായിട്ടാണ് സുധാകരനെ ക്ഷണിച്ചിരിക്കുന്നത്. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് KPCC കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. ഒപ്പം കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ആ പരിപാടിയിൽ ജി സുധാകരൻ എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരിപാടി നേരത്തെ നിശ്ചയിച്ചതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സുധാകരന്റെ ഒരു ബന്ധു കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചാരുമൂടാണുള്ളത്. ഒരുപക്ഷെ ഈ പരിപാടിയിൽ നാളെ എത്താൻ സാധ്യതയില്ല എന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ പരിപാടിയോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല, എത്തുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും അക്കാര്യം ഉൾപ്പെടെ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും നേരത്തെ KPCC വേദി പങ്കിട്ടതിന് പിന്നാലെ സുധാകരനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം അടക്കം ഉണ്ടായതാണ്. പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വേദിയിൽ കൂടി സുധാകരന്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ എതിരിനെ കുറിച്ച് എന്താണ് പറയുന്നത്? വ്യവസ്ഥിതിയോട് കലഹിച്ചും എതിർത്തുമൊക്കെ പലതും പറയുന്ന ജി സുധാകരൻ എന്ത് പറയുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ